അപ്പോൾ കാര്യത്തിലോട്ട് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വീഡിയോകൾ ചെയ്തിരുന്നു. ഒന്ന് ബ്ലാക്ക് പിങ്കിനെ കുറിച്ചാണ്. അവരുടെ പിങ്ക് വെനം എന്ന് പറയുന്ന ആൽബം ഇറങ്ങി യൂട്യൂബിൽ കോടിക്കണക്കിന് വ്യൂവേഴ്സുമായിട്ട് തകർത്തോടുന്നത് കണ്ടിട്ടാണ് അതിനെക്കുറിച്ച് ബ്ലാക്ക് പിങ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് ചുവട്ടിൽ ധാരാളം പേര് വന്ന് കമൻ്റ് ഇട്ടിരുന്നു. ആ കമൻറ്റുകളിൽ കൂടുതൽ ആൾക്കാരും പറഞ്ഞ ഒരു കാര്യം BTSനെ കുറിച്ച് കൂടി ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം BTSനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ 2 വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ ലിങ്കുകളിൽ കയറി ആ 2 വീഡിയോ കൂടി കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ രണ്ടാമത്തെ വീഡിയോ BTSനെ കുറിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെ അടുത്ത സുഹൃത്തായ ഒരു വലിയ സ്കൂളിലെ അധ്യാപിക പേഴ്സണലായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. മാഷേ, ഈ കഴിഞ്ഞ ഓൺലൈൻ കാലം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് സ്വന്തം മക്കളെയും മറ്റ് പഠിപ്പിക്കുന്ന കുട്ടികളെയൊക്കെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ച കാലമാണ്. അവരെ തെറ്റിദ്ധരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് ഈ BTSും ബ്ലാക്ക് പിങ്കും ഒക്കെ ആയിരുന്നു. ഈ കുട്ടികൾ കൊറിയൻ ഭാഷ പഠിക്കാനായിട്ട് കിടന്ന് ബന്ധപ്പെടുന്നതും ഈ കുട്ടികൾ കൊറിയൻ ഭാഷ പഠിച്ചെടുക്കുന്നതും ഇവരുടെ പേരുകളൊക്കെ കൊറിയൻ ഭാഷയിൽ എഴുതി അവരുടെ പ്രൊഫൈലിൽ ഇടുന്നതും ഫേസ്ബുക്കിലെയും ഇവരുടെ വാട്സാപ്പിലെയൊക്കെ ഇവരുടെ പേരുകൾ വായിക്കാൻ പറ്റില്ല, അവരെയും കൊറിയൻ ഭാഷയിൽ എഴുതിയിട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾ അധ്യാപകർ ആദ്യം തെറ്റിദ്ധരിക്കപ്പെടുകയും രക്ഷകർത്താക്കളെ വിവരം അറിയിക്കുകയും ഞങ്ങളും രക്ഷകർത്താക്കളും ഒക്കെ ചേർന്നിട്ട് ഈ കുട്ടികളെ ഈ ബാൻഡുകളിൽ നിന്ന്, ഈ BTS എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് പിങ്ക് എന്ന് പറയുന്ന ആ ബാൻഡുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും എന്നാൽ ഈ കുട്ടികൾ ഇവരുടെ പാട്ടുകളെ, ഇവരുടെ സംഗീതത്തെ ജീവശ്വാസം പോലെ ചേർത്ത് പിടിക്കുകയും ചെയ്തതോടെ അധ്യാപകരും രക്ഷകർത്താക്കളും തോറ്റു. ഒടുവിൽ ഈ കുട്ടികൾക്ക് എന്താ ഇതിനോടൊക്കെ ഇത്രയും താല്പര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിൽ പലരും ഇതിനകത്ത് കയറി നോക്കുകയും അതിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ BTSൻ്റെയും ബ്ലാക്ക് പിങ്കിൻ്റെയൊക്കെ ആരാധകരായി മാറി, അവരെ പിന്തുടരുന്നവരായി മാറി എന്നുള്ളതാണ് സത്യം. ഇതാണ് ആ ടീച്ചർ എനിക്ക് അയച്ച മെസ്സേജ്. ഈ മെസ്സേജും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു ചിന്ത ഉണ്ടായത്. ഈ 2 മ്യൂസിക് ബാൻഡുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഈ ആൾക്കാർ കൂടുതൽ പേരും വന്ന് ഈ മ്യൂസിക് ബാൻഡുകളെ K-pop എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ K-pop എന്ന് പറയുന്നത് ഒരു സംഗീത ശാഖയുണ്ടെന്നും അത് കൊറിയയുടെ സംഗീത ശാഖയാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ K-pop എന്താണെന്നും ഈ K-pop എങ്ങനെ ഉണ്ടായത് എന്നൊക്കെ അറിയാനുള്ളൊരു ജിജ്ഞാസ, സ്വാഭാവികമായിട്ടുള്ള കൗതുകം എനിക്കുണ്ടായി. അങ്ങനെ ഈ K-popനെ അറിയാനായിട്ട് ഞാൻ ശ്രമിച്ച് ഞാൻ K-popനെ കുറിച്ച് അറിഞ്ഞ ഈ K-popൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊറിയയ്ക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന 3ാം സ്ഥാനമുള്ള കയറ്റുമതി വ്യവസായമാണ് കൊറിയൻ സംഗീതം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കൊറിയയിൽ നിന്നുള്ള ഏതെങ്കിലും മ്യൂസിക് ബാൻഡിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 100 കോടി കാഴ്ചക്കാരുണ്ടാവുക ആണ് പതിവ്. ഇത്രയും വലിയ ഒരു സംഗീത വിഭാഗമായിട്ട് കൊറിയൻ സംഗീതം എങ്ങനെ മാറി എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ശരിക്കും കൊറിയൻ സംഗീതം എന്ന് പറയുന്നത് വളരെ മൃദുവായ മെലഡി ഗാനങ്ങളായിരുന്നു ഈ കൊറിയൻ സംഗീതം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള എല്ലാവരെയും ത്രസിപ്പിക്കുന്ന K-pop മ്യൂസിക് വിഭാഗമായിട്ട് ഈ കൊറിയൻ സംഗീതം വളർന്നു വന്നത്. ഈ K-pop മ്യൂസിക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് സോളിലുള്ള ഇറ്റാവൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ ഇറ്റാവനിൽ നിന്നാണ് കൊറിയയിലെ ആദ്യത്തെ റോക്ക് മ്യൂസിക് ബാൻഡായ കീ ബോയ്സ് തുടങ്ങിയത്. ഈ ഇറ്റാവൻ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു US ആർമിയുടെ ഒരു വലിയ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. ഈ അമേരിക്കൻ പട്ടാളക്കാർ ഇറ്റാവൻ എന്ന് പറയുന്ന നഗരത്തിലാണ് അവരുടെ സമയം ചെലവഴിക്കാനും ആഘോഷിക്കാനും സംഗീതം ആസ്വദിക്കാനും ഒക്കെ പോയി തുടങ്ങിയത്. ഈ കീ ബോയ്സ് എന്ന് പറയുന്ന റോക്ക് ബാൻഡ് വന്നതിന് ശേഷം അവിടെ ധാരാളം പുതിയ പുതിയ റോക്ക് ബാൻഡുകൾ വരികയും ഈ അമേരിക്കൻ പട്ടാളക്കാർക്ക് വേണ്ടി തുടങ്ങിയ ഈ റോക്ക് ബാൻഡുകൾ കൊറിയക്കാർക്ക് വേണ്ടിയും വളരെ വലിയ രീതിയിൽ ആ നഗരം മുഴുവൻ പടർന്ന് പിടിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഈ കൊറിയൻ യുദ്ധങ്ങളുടെയൊക്കെ കാലഘട്ടമൊക്കെ ഏകദേശം ഇതേ സമയത്താണ് ഉണ്ടായിരുന്നത്. ജപ്പാനിൽ നിന്ന് കൊറിയ വിമോചനം നേടിയ ഒരു കാലഘട്ടമൊക്കെ അതിനുശേഷമാണ് ഉണ്ടായത്.
ഈ കൊറിയൻ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ജപ്പാനിൽ നിന്ന് വിമോചനമൊക്കെ നേടി കൊറിയ സ്വതന്ത്രമായി നിൽക്കുന്ന സമയത്ത് ഈ സംഗീതത്തിലും വളരെ വലിയ പരിഷ്കാരങ്ങളും വളരെ വലിയ സന്നിഗ്ധ ഘട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വിമോചനം നേടിയതിന് ശേഷം കൊറിയൻ സംഗീതത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയുന്നത് അന്നിറങ്ങിയ പാട്ടുകളൊക്കെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള നഷ്ടബോധത്തിൻ്റെ പാട്ടുകളായിരുന്നു. രാജ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ കഷ്ടപ്പാടിൻ്റെ, വേദനയുടെ, സങ്കടങ്ങളുടെയൊക്കെ പാട്ടായിരുന്നു അന്നിറങ്ങിയതിൽ കൂടുതൽ. സംഗീതത്തെ ജീവശ്വാസമായി കരുതിയിരുന്ന കൊറിയക്കാർ ഭയത്തോടെ, സങ്കടത്തോടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടമാണ് 1960. അന്ന് കൊറിയയുടെ പ്രസിഡന്റായിരുന്ന പാർക്ക് ചുങ് ഹി ആ രാജ്യത്തെ ഏകാധിപത്യ ഭരണക്രമത്തിന് കീഴിൽ കൊണ്ടുവന്നു. രാജ്യത്തെ ഏകാധിപത്യ ഭരണം പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി രാജ്യത്തെ ജനങ്ങൾ വളരെ ശക്തമായ പ്രതിരോധത്തിലും പ്രതിഷേധത്തിനുമൊക്കെ തുനിയുകയും രാജ്യത്ത് ഒരുപാട് സമരങ്ങളൊക്കെ അരങ്ങേറുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ഈ സമരങ്ങൾ യുവജനങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ മുൻനിരയിൽ വിദ്യാർത്ഥികൾ എത്തിപ്പെടുകയും ചെയ്തു. കൊറിയയിലെ ഈ പട്ടാള ഏകാധിപത്യ സർക്കാർ ഈ യുവജനങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവരുടെ അവകാശങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ധാരാളം പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ഈ വിദ്യാർത്ഥികളടങ്ങുന്ന യുവജനങ്ങളെ നിരന്തരം വേട്ടയാടുകയും ചെയ്തു. അവരിൽ പലരെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും കൂട്ടത്തിൽ അവരുടെയൊക്കെ തലമുടി മുറിച്ച് കളയുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, റോക്ക് സംഗീതത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കൊറിയ കടന്നു പോകുന്നൊരു സമയമായിരുന്നു. ആ റോക്ക് സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് യുവാക്കളൊക്കെ തന്നെ മുടി നീട്ടി വളർത്തി നടക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇവിടെ പോകുന്ന സമയത്താണ് ഈ ഏകാധിപത്യ ഭരണം ഉണ്ടാകുന്നതും നാട്ടിൽ കലാപങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും ഈ യുവജനങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും. ആ സംഗീതത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിനോടുള്ള ആരാധന മൂത്ത് മുടി നീട്ടി വളർത്തിയവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി മുടി മുറിച്ച് കളഞ്ഞ് സംഗീതത്തെ തോൽപ്പിക്കാൻ ഒരു ശ്രമമാണ് അന്നത്തെ പ്രസിഡന്റ് നടത്തിയത്. ആ പ്രസിഡന്റിൻ്റെയും സർക്കാരിൻ്റെയും ചിന്ത എന്ന് പറയുന്നത് റോക്ക് സംഗീതമാണ് അവിടുത്തെ യുവാക്കളെ സമരങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്നത്, പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ റോക്ക് ബാൻഡുകളെയൊക്കെ നിരന്തരമായി വേട്ടയാടപ്പെടുകയും റോക്ക് ബാൻഡിൽ പ്രവർത്തിച്ചിരുന്ന സംഗീതജ്ഞന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അവരെയൊക്കെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതിനെ തുടർന്ന് അവിടെ സംഗീതത്തിന് തന്നെ നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ആരും പാടാൻ പാടില്ലെന്നും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നുമൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങളാണ് ഈ സർക്കാർ മുന്നിലേക്ക് കൊണ്ടുവന്നത്. സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന, സംഗീതത്തെ ആരാധനയോട് കാണുന്ന മനുഷ്യർക്ക്, സംഗീതമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. എന്തായാലും കുറേ നാളത്തെ കാടത്വം നിറഞ്ഞ ഈ ഭരണത്തിനൊടുവിൽ കൊറിയയിൽ ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയും ഏകാധിപതിയായ പ്രസിഡന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും പുതിയ ജനാധിപത്യ സർക്കാർ കൊറിയയിൽ അധികാരത്തിൽ വരികയും ചെയ്തു. 1988 സോൾ ഒളിമ്പിക്സ് ഒരു കനലായിരുന്നു, തീപ്പൊരിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സംഗീതത്തിൻ്റെ ദീപശിഖ പുതിയ തലമുറയ്ക്കാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. കൊറിയൻ ജനതയുടെ അഭിമാനവും ആത്മാഭിമാനവും ഒക്കെ ഒരുപാട് വളർന്നു. ഒളിമ്പിക്സ് കഴിഞ്ഞതോടുകൂടി തങ്ങളൊരു ലോക ജനവിഭാഗമായി മാറി എന്ന് കൊറിയൻ ജനത ചിന്തിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ കുറിച്ച്, മറ്റ് ലോകത്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള അവരുടെ ധാരണകളൊക്കെ ശരിക്കും മാറിയത് ഈ ഒളിമ്പിക്സിന് ശേഷമാണ്. അത് കൊറിയൻ സംഗീതത്തെ വളരെ വലിയ രീതിയിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സമയമായി മാറി. ശരിക്കും 90കളിലാണ് കൊറിയൻ സംഗീതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. 89 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ കൊറിയയുടെ സംഗീതത്തിലും കൊറിയയുടെ ജനങ്ങളുടെ വേഷങ്ങളിലും ട്രെൻഡുകളിലുമൊക്കെ വളരെ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടായത്. ഈ വ്യത്യാസങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറ്റാവൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെയായിരുന്നു. അവിടെ ധാരാളം നൈറ്റ് ക്ലബ്ബുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടു. ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോട്ടലുകളിലും നൈറ്റ് ക്ലബ്ബുകളും മ്യൂസിക് ഫ്ലോറുകളും ഒക്കെ ആരംഭിച്ചു. ഒരുമാതിരിപ്പെട്ട ഹോട്ടലുകളുടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഏരിയ മുഴുവൻ നൈറ്റ് ക്ലബ്ബുകളും ഡാൻസ് ഫ്ലോറുകളും ഒക്കെ ആയിട്ട് മാറി. എല്ലാ സ്ഥലത്തു നിന്നും സംഗീതം ഒഴുകി വരുന്ന ഒരവസ്ഥയിലേക്ക് കൊറിയ മാറി.
ചുരുക്കി പറഞ്ഞാൽ ആ തെരുവിൽ എവിടെ ചെന്ന് ഏത് വാതിൽ വലിച്ചു തുറന്നാലും ഹുങ്കാര ശബ്ദത്തോടെ മുഴങ്ങുന്ന സംഗീതമാണ് ആദ്യം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതായി അവസ്ഥ. കൂടുതൽ അമേരിക്കൻ പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് ഹിപ്പ് ഹോപ്പ് തരംഗം ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹിപ്പ് ഹോപ്പ് സംഗീതത്തിന് വളരെ വലിയ ഒരു സ്വാധീനം അന്നത്തെ കൊറിയൻ സംഗീതത്തിൽ ഉണ്ടായി, അല്ലെങ്കിൽ കൊറിയൻ മ്യൂസീഷ്യൻസിൻ്റെ ഇടയിലുണ്ടായി. റാപ്പേഴ്സും ഹിപ്പ് ഹോപ്പ് മ്യൂസീഷ്യൻസിനും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് കൊറിയൻ സംഗീതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു വലിയ സംഗീതമയമായ കാലഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു അത്. സോളിഡ് എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡ് വരുന്നത് ആ കാലഘട്ടത്തിലാണ്. അവരവരുടെ ആദ്യത്തെ ആൽബം 9 പാട്ടുകളോടുകൂടി അവതരിപ്പിച്ചു. ഹിപ്പ് ഹോപ്പും R&Bയും ചേർന്നിട്ടുള്ള മെലഡികളാണ് അവർ ഈ ആൽബത്തിലൂടെ അവതരിപ്പിച്ചത്. ഈ വെസ്റ്റേൺ മെലഡികൾ നിറഞ്ഞ ഈ ആൽബം കൊറിയക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ ആ ട്രൂപ്പിൽ അംഗമായിട്ടുള്ള ഒരാൾ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഈ പറഞ്ഞത് യൂട്യൂബിലൊരു വീഡിയോയിൽ കിടപ്പുണ്ട്. 2 കോപ്പികളാണ് വിറ്റുപോയതെന്നാണ് പുള്ളി പറഞ്ഞത്. ചിലപ്പോൾ ഒരു തമാശയായിട്ട് പറഞ്ഞതായിരിക്കാം, എന്നാലെങ്കിലും അതിൻ്റെ സാങ്കത്യം എന്ന് പറയുന്നത് അത്രയ്ക്കൊരു വലിയ പരാജയമായിരുന്നു ആ ആൽബം എന്നുള്ളതാണ്. ആ ആള് $4000 സ്വന്തം പിതാവിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് ഈ സോളിഡ് എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡ് തുടങ്ങിയിരുന്നത്. കൊറിയക്കാർക്ക് ഒരു പരമ്പരാഗതമായ സംഗീതമുണ്ട്. പോങ് ജാക്ക് എന്നാണ് പറയുന്നത്. പോങ് ജാക്ക് എന്ന് പറയുന്നത് വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു സംഗീത വിഭാഗമാണ്. ഈ പാട്ടുകൾ ആസ്വദിച്ചിരുന്നവർക്കിടയിലേക്കാണ് ഇവർ വെസ്റ്റേൺ മെലഡിയുമായിട്ട് വന്നിറങ്ങിയത്. കൊറിയക്കാർ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ ഈ പണി നിർത്തിപ്പോയാലോ എന്ന് കരുതി സോളിഡ് തൽക്കാലത്തേക്ക് പിൻവാങ്ങി. എന്നാൽ അധികം താമസിക്കാതെ ഇവർ രണ്ടാമതൊരു വരവ് വന്നു. ഇവിടെ രണ്ടാമത്തെ ആൽബം എന്ന് പറയുന്നത് ഒരു വലിയ ചരിത്ര സംഭവമായി മാറി എന്നുള്ളതാണ് വസ്തുത. 2 മില്യൺ കോപ്പികളാണ് ആ ആൽബത്തിൻ്റെതായിട്ട് വിറ്റുപോയത്. ദ മാജിക് ഓഫ് 8 ബോൾ എന്ന് പറയുന്ന ആ ആൽബം കൊറിയൻ സംഗീതത്തിൻ്റെ തലവര മാറ്റി എന്ന് പറയുന്നതാണ് ശരി. കോട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞ് ആൾക്കാർ വേദിയിൽ വന്ന് വെസ്റ്റേൺ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പോങ് ജാക്ക് ശൈലിയിലുള്ള മെലഡി പാട്ടുകൾ അവതരിപ്പിക്കുന്നത് കൊറിയയിലെ പ്രേക്ഷകർക്ക്, കാണികൾക്ക്, ആസ്വാദകർക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു. അന്ന് വരെ വെസ്റ്റേൺ പാട്ടുകൾ വെസ്റ്റേൺ ആയിട്ടും തങ്ങളുടെ പരമ്പരാഗത സംഗീതമായും കേട്ടിരുന്ന ആൾക്കാർക്ക് വളരെ ദ്രുതഗതിയിലുള്ള, വളരെ ഒച്ചയും ബഹളവും ഒക്കെയുള്ള സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി മെലഡി പാട്ടുകൾ പാടാൻ കഴിയുമെന്നത് പുതിയൊരു അറിവും കൂടിയായിരുന്നു. വടക്കിൻ്റെ താളത്തിലുള്ള കിഴക്കിൻ്റെ പാട്ടുകൾ കൊറിയക്കാർ ഏറ്റെടുത്തതോടുകൂടി സോളിഡ് എന്ന് പറയുന്ന ബാൻഡ് കൊറിയ മുഴുവൻ പ്രശസ്തമായി. ഈ സോളിഡിലെ അംഗങ്ങളാണ് ആദ്യമായിട്ട് സ്വന്തമായി പാട്ടെഴുതുകയും അതിന് സംഗീതം നൽകുകയും അത് പാടുകയും ഒക്കെ ചെയ്തിട്ട് ഈ ബാൻഡ് അംഗങ്ങൾ തന്നെ എല്ലാ വിഭാഗങ്ങളും കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്കൊരു മാറ്റം കൊറിയയിൽ കൊണ്ടുവന്നത്. ഇതേ തരത്തിൽ തന്നെയാണ് കൊറിയൻ സംഗീതത്തെ മാറ്റിമറിച്ച മറ്റൊരു ബാൻഡായ സിയോ ടൈജി ആൻഡ് ബോയ്സും അനുകരിച്ചിരുന്നത്. അവരും പാട്ടുകളൊക്കെ എഴുതുകയും സംഗീതം നൽകുകയും പാടുകയും ഒക്കെ ചെയ്തിരുന്നത് ആ ബാൻഡ് അംഗങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ DX എന്ന് പറയുന്ന മറ്റൊരു ബാൻഡും ഉണ്ടായിരുന്നു. അവരും ഇതേ തരത്തിലാണ് അവരുടെ പാട്ടുകളെ കൈകാര്യം ചെയ്തിരുന്നത്. ശരിക്ക് ഈ കൊറിയൻ സംഗീതത്തെ ഇപ്പോൾ പറയുന്നത് സിയോ ടൈജിക്ക് ശേഷവും സിയോ ടൈജിക്ക് മുൻപും എന്നുള്ള തരത്തിൽ 2 രീതിയിലാണ് ഇപ്പോൾ കൊറിയൻ സംഗീതം വിലയിരുത്തപ്പെടുന്നത്. മോഡേൺ K-pop തുടങ്ങുന്നത് സിയോ ടൈജിയിലൂടെയായിരുന്നു. അദ്ദേഹം ഹിപ്പ് ഹോപ്പും റാപ്പും റോക്കും ഒക്കെ കൂട്ടിക്കലർത്തിയ കൊറിയൻ സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ ബാൻഡായ സിയോ ടൈജി ആൻഡ് ബോയ്സിലൂടെ അവതരിപ്പിച്ചിരുന്നത്. അന്നത്തെ കൊറിയൻ യുവത്വം പുതുമ തേടി സംഗീതത്തിലെ പുതിയ പരീക്ഷണങ്ങളൊക്കെ തേടി നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അവർക്ക് മുമ്പിലേക്കാണ് ഏറ്റവും പുതിയ തരത്തിലുള്ള വെസ്റ്റേൺ ഹിപ്പ് ഹോപ്പ്, റോക്ക്, പോപ്പൊക്കെ കൂട്ടിക്കലർത്തിയ സംഗീതം അവതരിപ്പിക്കപ്പെട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗത സംഗീതം ഇഷ്ടപ്പെട്ടിരുന്ന കൊറിയക്കാർക്ക് ഈ ബ്ലാക്ക് മ്യൂസിക്കിൻ്റെ അവതരണം ആദ്യം മനസ്സിലായില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. 1-2 ഷോകളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷമാണ് സിയോ ടൈജിയും സംഘവും ഒരു പരസ്യമായിട്ടുള്ള ഒരു കോൺസെർട്ടിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഷോയിലേക്ക് വന്നത്.
അന്ന് കൊറിയയിൽ ഇത്തരത്തിലുള്ള സംഗീത പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഈ സംഗീത പരിപാടിക്ക് മാർക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് സംഗീതത്തിൽ വിദഗ്ധരായിട്ടുള്ള ജഡ്ജസ് കൂടെ ഉണ്ടാവുമായിരുന്നു. ഇവരുടെ പരിപാടി ആരംഭിച്ചു. റാപ്പിൻ്റെയും റോക്കിൻ്റെയും ഒക്കെ സങ്കരമായിട്ടുള്ളൊരു പരിപാടി, കൂടുതലും റാപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു അത്. ഈ പരിപാടി അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് മാർക്കിടാനായിട്ടിരുന്ന ജഡ്ജസ് ഇവരുടെ സംഗീത പരിപാടിക്ക് വളരെ ചെറിയ താഴ്ന്ന സ്കോറാണ് നൽകിയത്. ശരിക്കും പറഞ്ഞാൽ പരാജിതരായി അവരവിടുന്ന് ആ ഷോയിൽ നിന്ന് തിരിച്ചിറങ്ങി പോകേണ്ട ഒരു സാഹചര്യം പോലൊരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ പരിപാടി ലൈവായിട്ട് കൊറിയയിലെ റേഡിയോസ് അന്ന് കേൾപ്പിച്ചിരുന്നു. എന്നാൽ അന്നത്തെ ഒരു രാത്രി കൊണ്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. സിയോ ടൈജിയും സംഘവും അന്ന് അവിടെ അവതരിപ്പിച്ച ഐനോ എന്ന് പറയുന്ന പാട്ട് അർദ്ധരാത്രിയിലും അവിടുത്തെ റേഡിയോകൾ നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ കൊറിയയിലെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും അവരുടെ പാട്ടുകളെക്കുറിച്ച് സിയോ ടൈജി ആൻഡ് ബോയ്സ് എന്ന ബാൻഡിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. 93-94 കാലഘട്ടം എന്ന് പറയുന്നത് സിയോ ടൈജി ആൻഡ് ബോയ്സ് കൊറിയൻ സംഗീത ലോകം അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ധാരാളം ഷോകൾ, ഇവരെവിടെ ചെന്നിറങ്ങിയാലും കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ, ഇവരുടെ ഷോകൾക്ക് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോകുന്ന ജനങ്ങൾ, ഇവരുടെ ഷോകൾ വിജയിപ്പിക്കുവാനായിട്ട് കാത്തു കെട്ടിക്കിടന്ന് ഈ ഷോകൾ കാണുന്ന ആരാധകർ. അങ്ങനെ ശരിക്കു പറഞ്ഞാൽ കൊറിയൻ സംഗീതത്തിന്, മോഡേൺ കെ പോപ്പ് മ്യൂസിക്കിന് ഒരു വലിയ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ഒരു ബാൻഡായിരുന്നു സിയോ ടൈജി ആൻഡ് ബോയ്സ് എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളും ത്രസിപ്പിക്കുന്ന നൃത്തങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന വേഷവിധാനങ്ങളും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും ഒക്കെയായിരുന്നു സിയോ ടൈജി ആൻഡ് ബോയ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിലുപരി അന്ന് വരെ ഉണ്ടായിരുന്ന സംഗീത ധാരകളെയൊക്കെ മാറ്റി മറിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് അവർ എഴുതുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അന്നത്തെ യുവത്വത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് അവരുടെ പാട്ടുകളിലൂടെ അവർ പറയാൻ ശ്രമിച്ചത്. സാധാരണ യുവാക്കൾ നേരിടുന്ന എല്ലാതരം പ്രശ്നങ്ങളെയും മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരവും അവരുടെ സങ്കടങ്ങളും അവരുടെ ദേഷ്യവും ഒക്കെ പാട്ടുകളാക്കി മാറ്റി ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചതോടു കൂടിയാണ് ശരിക്ക് യുവത്വം ഈ സിയോ ടൈജി ആൻഡ് ബോയ്സിനെ ഏറ്റെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം പാട്ടുകളിലൂടെ അവിടുത്തെ യുവജനങ്ങൾ അനുഭവിച്ചതും ആഘോഷിച്ചതുമൊക്കെ അവരുടെ തന്നെ ജീവിതങ്ങളായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പലതരം സംഗീതങ്ങളുടെ സമ്മേളനമായിരുന്നു സിയോ ടൈജി ആൻഡ് ബോയ്സിന്റെ ആൽബങ്ങളും പാട്ടുകളും എല്ലാം. ഹിപ്പ് ഹോപ്പും റോക്കും പോപ്പും ബലാഡ്സ് എന്ന് പറയുന്ന മെലഡിയും എല്ലാം കൂട്ടിക്കലർത്തിയതാണ് കെ പോപ്പ് ഫോർമുല എന്ന് പറയുന്നത്. ഇന്ന് പുതിയ തലമുറയിലെ കെ പോപ്പ് ബാൻഡുകളെല്ലാം തന്നെ പിന്തുടരുന്നതും സിയോ ടൈജി ആൻഡ് ബോയ്സ് വികസിപ്പിച്ച ഇതേ ഫോർമുലയാണ്. ഈ കെ പോപ്പ് എന്ന് പറയുന്നത് ഇന്ന് ലോകം അംഗീകരിക്കുന്ന, ലോകം മുഴുവൻ ആരാധകരെ ത്രസിപ്പിക്കുന്ന, ആരാധനയുടെ പരകോടിയിൽ എത്തിച്ചേർക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റൈലായി മാറിക്കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഏത് ബാൻഡുകളെയും കിടപിടിക്കുന്ന തരത്തിൽ മത്സരക്ഷമമായ സംഗീതവുമായിട്ട് കൊറിയൻ ബാൻഡുകൾ, കെ പോപ്പ് സംഗീതം ലോകം കീഴടക്കുകയാണ്. നമുക്കും കെ പോപ്പ് സംഗീതത്തിനോട് ഒപ്പം നടക്കാം, ആരാധിക്കാം, അഭിമാനത്തോടെ സന്തോഷത്തോടെ അവരെ നോക്കിക്കാണാം.